പമ്പിൻ്റെ ഓപ്പോസിറ്റ് വീട്. അപ്പോൾ ചില അനുഭവ കഥകൾ എഴുതാറുണ്ട്. ഒരു റിയൽ സ്റ്റോറിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കണിക്കൊന്നയിലെ സൗഹൃദം എന്നാണ് അതിന് പേര്. അതായത് 2022 വിഷുക്കണിക്ക് വേണ്ട കണിക്കൊന്ന തന്നത് എൻ്റെ ഒരു കുടുംബ സുഹൃത്തായ ആലിക്ക. നേരത്തെ സുഹൃത്തുക്കളാണ്, വീടിൻ്റെ അടുത്താണ് താമസം. ഞാൻ അവിടെ നിന്ന് കണിക്കൊന്ന ചോദിച്ചു. അദ്ദേഹം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ കണിക്കൊന്ന പറിച്ച് തന്നപ്പോഴുണ്ടായ ആ മനസ്സിലുള്ള ആ ഒരു സന്തോഷം, അദ്ദേഹത്തിനുണ്ടായ സന്തോഷവും എനിക്കുള്ള സന്തോഷവും കൂട്ടിയിണക്കിക്കൊണ്ട് ഏതാനും വരികൾ എഴുതിയതാണ്. ഞാൻ എഴുത്തുകാരനോ കലാകാരനോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും എനിക്ക് തോന്നിയ ആ വരികളാണ് ഞാനിവിടെ എഴുതി അവതരിപ്പിക്കാൻ പോകുന്നത്. അയലത്തെ തെക്കേലെ ആലിന്റെ കയ്യിൽ കണി കൊന്നയും വാങ്ങിച്ചു നിന്ന നേരം മന്ദഹാസത്തിന്റെ പുതിരി കത്തിച്ചു മന്ദസ്മിതം പൊഴിച്ചു കൊണ്ട സോദരൻ മാനവ സൗഹൃദ ജാല കൊണ്ടന്നേരം മാനവ സൗഹൃദ ജാല കൊണ്ടന്നേരം തൻ ഹൃദയത്തിലൊരായിരം കണിക്കൊന്നയും പൂത്തു. മേടച്ചൂടിന്റെ കാഠിന്യമൊട്ടും അറിയാതെ നിന്ന നിമിഷമാണു, അറിയാതെ നിന്ന നിമിഷമാണു. അയലത്തെ തെക്കേലെ ആലിന്റെ കയ്യിൽ കണിക്കൊന്നയും വാങ്ങിച്ചു നിന്ന നേരം മന്ദഹാസത്തിന്റെ പുതിരി കത്തിച്ചു മന്ദസ്മിതം പൊഴിച്ചു കൊണ്ട സോദരൻ തെക്കലെ മാമ്പഴത്തോപ്പിലെ മാമ്പഴമെല്ലാം കൊത്തി കീറിയ തത്തമ്മ കിളികൾ കൊത്തി കീറിയ മാമ്പഴച്ചാറും